ഇന്ന് നമുക്കൊരു ഫുഡിൻ്റെ വ്ളോഗാണ്. നാട്ടുമാങ്ങ അല്ലെങ്കിൽ ചന്ദ്രക്കാരൻ മാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നാട്ടുമാങ്ങകളുടെ സീസണായാൽ പിന്നെ നമ്മൾ ഇത് ഫുഡിനകത്തിൽ ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി, അത് ഏറ്റവും ഇഷ്ടമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ ഈ മാങ്ങ നമ്മൾ ഉപ്പിനകത്തിട്ട് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ച് മാങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മാങ്ങയും തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്, 4 മാങ്ങ. അതിനുശേഷം കുറച്ച് പച്ചമുളക് എരി അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ എനിക്ക് തേങ്ങ തിരുമ്പാൻ മടിയായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകവും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മാങ്ങയൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ അരപ്പും ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. ഈ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് കടുക് വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യരുത്, കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കുറേ സമയം നമുക്കിങ്ങനെ വെക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.